അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും സ്തുതിയായിരിക്കട്ടെ. ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സമയത്ത് എനിക്കും എൻ്റെ ഈ കുടുംബത്തിനും ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചതിൽ അമ്മ മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, മാതാവ് വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ പപ്പായെ രക്ഷിച്ചതാണ്. എൻ്റെ പേര് അൽദിയ ബേബി ജോൺ. ഞാൻ എറണാകുളം നോർത്ത് പറവൂർ പട്ടണം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ മാതാവ് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഒരു അത്ഭുതകരമായ ഒരു രക്ഷയാണ് എൻ്റെ പപ്പയെ എനിക്ക് തിരിച്ചു തന്നത്. കാരണം എൻ്റെ പപ്പ ഒരു കൽപ്പണിക്കാരനായിരുന്നു. അപ്പോൾ പപ്പായ്ക്ക് അറ്റാക്ക് എന്നുള്ളൊരു രോഗം ഇതുവരെയും ജനിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കേട്ടിട്ടില്ല. പപ്പായ്ക്ക് ഒരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നപ്പോൾ പപ്പായെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഗ്യാസിൻ്റെയാണ്, അപ്പോൾ ഗുളിക കൊടുത്താൽ മാറുമെന്ന് പറഞ്ഞു. പക്ഷേ എത്ര ഗുളിക കൊടുത്തിട്ടും പപ്പായ്ക്ക് നെഞ്ചുവേദനയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ലൂർദിലാണ് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് 11 ECG എടുത്ത്, അത് കൂടാണ്ട് ഒരുപാട് മെഡിസിൻസും കൊടുത്ത് ഒരുപാട് സ്കാനിങ്ങും എക്സ്റേകളും എല്ലാം എടുത്തു നോക്കി. ഇതിലൊന്നും പപ്പായ്ക്ക് ഒരു പ്രശ്നവുമില്ല. ഷുഗറിലായിക്കോട്ടെ പ്രഷറിലായിക്കോട്ടെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്തി, എല്ലാം ക്ലിയർ, ബോഡി ഫുള്ള് ക്ലിയർ. എന്താ അസുഖമെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ അമ്മ ആ സമയത്ത്, പപ്പായും എൻ്റെ അമ്മ, ഇതെൻ്റെ പപ്പ ഇതെൻ്റെ അമ്മ, ഇവർ രണ്ടുപേരും ഉടമ്പടിയിൽ ജീവിക്കുമായിരുന്നു. അപ്പം എൻ്റെ അമ്മക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. അമ്മ എപ്പോഴും ഇവിടെ വീട്ടിൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അമ്മ ആദ്യം വീട്ടിൽ വിളിക്കുന്നത് കൃപാസന മാതാവിനാണ്. അമ്മക്ക് എപ്പോഴും മാതാവിൻ്റെ സാന്നിധ്യമാണ്. അമ്മക്കെല്ലാം മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ട്. മാതാവ് എപ്പോഴും അമ്മയ്ക്കൊരു സന്ദേശം കൊടുക്കും, എന്തെങ്കിലും വരാൻ പോകണ്ടെങ്കിൽ സന്ദേശം കൊടുക്കുക. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിയായിരുന്നു. അങ്ങനെ അമ്മ പപ്പയ്ക്ക് ഈ അസുഖം വന്നപ്പോൾ തന്നെ അമ്മ ആദ്യം വാരി പിടിച്ചത് മാതാവിനായിരുന്നു. അമ്മ ഉറക്കൊളച്ച് മാതാവിനോട് കൊന്ത ചൊല്ലി എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണമെന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടേഴ്സ് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പൈസ ഒരുപാടാകും എന്നൊക്കെ പറഞ്ഞ്, അന്നേരം ഒരു പൈസ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മാതാവ് 80,000 രൂപയ്ക്ക് പപ്പയ്ക്ക് ഒരു അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് മാതാവിൻ്റെ തൈലം അമ്മയുടെ ചേച്ചി കൊണ്ടുവന്ന് കൊടുത്ത്. ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ രൂപത്തിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. കാരണം അമ്മയുടെ ചേച്ചിയോട് അമ്മ പറഞ്ഞ് എനിക്ക് ഡോക്ടേഴ്സിലെ മരുന്നിലൊന്നും വിശ്വാസമില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ മരുന്നിലാണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ട് മാതാവിൻ്റെ തൈലം, പപ്പ ICUലായിരുന്നു, അമ്മയുടെ ചേച്ചിക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന് മാതാവിൻ്റെ തൈലം കൊടുത്തതിൻ്റെ ഫലമായിട്ട് പപ്പയ്ക്ക് എന്താണ് അസുഖമെന്ന് തെളിഞ്ഞ് പപ്പയ്ക്ക് 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിലൊരു ബ്ലോക്ക് നോർമൽ ബ്ലോക്കായിരുന്നു, പക്ഷെ ഒന്ന് ക്രിട്ടിക്കലായിരുന്നു. അങ്ങനെ ക്രിട്ടിക്കൽ ബ്ലോക്കാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഒരു ഓപ്പറേഷൻ പോലും ഇല്ലാതെ ഒരു ആൻജിയോഗ്രാമിലൂടെ പപ്പയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പേനെ മാതാവ് വീണ്ടെടുത്ത്. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം ഞങ്ങൾ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത്. അത്രയും കണ്ണീരോടെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ പപ്പയെ എനിക്ക് തിരിച്ചു കിട്ടിയത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്റ്റെനോഗ്രാഫാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു. അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്തു. പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്തത് പിന്നെ എനിക്ക് ഒരു സ്ഥലത്തും 1 വർഷത്തോളം ഞാൻ പല കമ്പനികളിലായിട്ട് ജോലി ചെയ്ത്, പക്ഷെ എനിക്ക് ഒരു സ്ഥലത്തും പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരാഴ്ച 2 മാസം 6 മാസം അതിൽ കൂടുതൽ ഞാൻ നിൽക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ അത് കഴിഞ്ഞ് 1ാമതായിട്ട് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മാതാവേ, ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നീ എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ളൊരു അവസരം നീ എനിക്ക് തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 1ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ച്, അങ്ങനെ അന്ന് എനിക്ക് ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ ഒരാഴ്ചക്ക് മുമ്പ് എനിക്ക് അമ്മ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി തന്നു. എൻ്റെ സുഹൃത്ത്
എന്നെ ഉടമ്പടി പുതുക്കാൻ വന്ന 2 ദിവസത്തിന് മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ദുബായിൽ, നീ എന്തായാലും ഒരാഴ്ചയുള്ളൂ, നീ എന്തായാലും കയറി വരണം എന്നും പറഞ്ഞ് എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ചു. അവിടെ 300 സി വികളിൽ എൻ്റെ CV സെലക്റ്റായി. അപ്പോൾ ഈ നവംബർ 8-ാം തീയതിയാണ് അവിടെ ഇൻ്റർവ്യൂ. നവംബർ 2-ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്. പിന്നെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കടബാധ്യത. കൊറോണയ്ക്ക് ശേഷം എൻ്റെ പപ്പ സാമ്പത്തികമായിട്ട് വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. പപ്പ എൻ്റെ കുടുംബം ഫുള്ള് സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ പോലും പ്രതീക്ഷിക്കാതെ അമ്മയ്ക്ക് ലോൺ കിട്ടുകയും 3 ലക്ഷം രൂപ അമ്മ പോലും പ്രതീക്ഷിക്കാതെ അമ്മയ്ക്ക് ലോൺ കിട്ടുകയും ബാങ്കിൽ പോലും പോകാതെ അമ്മയ്ക്ക് ആ കടം വീട്ടാൻ സാധിച്ചു. പിന്നെ എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അമ്മ മാത്രം പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് അമ്മയ്ക്ക് എപ്പോഴും പ്രത്യക്ഷപ്പെടും. അത് മെഴുകുതിരിയിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. മാതാവിൻ്റെ രൂപം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ട് വന്ന്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് മൈക്ക് കൈമാറുകയാണ്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഓർഫനേജ് ഉണ്ട്. അവിടെ വൃദ്ധന്മാർ താമസിക്കുന്നതാണ്. അവിടെ ഞങ്ങൾ പോകാറുണ്ട്. അവരുടെ കൂടെ നിന്ന് കുറേ നേരം സംസാരിക്കാറുണ്ട്. അവിടെ അടിച്ചു വാരാറുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ കഴുകാൻ സഹായിക്കാറുണ്ട്. പിന്നീട് കൊടുങ്ങല്ലൂർ മതിലകത്ത് സ്നേഹത്തണൽ എന്ന് പറഞ്ഞ 2 അമ്മമാർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ തളർന്നു കിടക്കുന്ന മക്കളാണുള്ളത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ക്യാൻസർ പേഷ്യൻറ്റിനെ മരുന്നിന് ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആണ്ടിലൊരിക്കൽ പോലും കുമ്പസാരിക്കാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. 2 വർഷത്തിന് ശേഷമാണ് ശരിക്കും ഈശോയെ അമ്മയും ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. അതിന് ശേഷം ഇന്ന് വരെയും എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ കുമ്പസാരിക്കും, കുർബാന കാണും. ഈശോയിലേക്കും അമ്മയിലേക്കും കൂടുതൽ ഞാൻ അടുത്ത്. ഇനി എന്നും ഈശോയോടൊപ്പം നിത്യത്തിൽ ജീവിക്കാൻ എൻ്റെ കുടുംബത്തിനെയും എന്നെയും അനുഗ്രഹിക്കണമെന്ന് ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു.